ഹായ് ഹലോ ഇറ്റ്സ് ഐബഡി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒരുപാട് നാൾക്ക് ശേഷമുള്ള വീഡിയോ ആണ്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്, അതൊക്കെ പറഞ്ഞു വരാം. അപ്പോൾ ഇന്ന് ഞാൻ വീഡിയോ ചെയ്യുന്നത് എൻ്റെ സ്വന്തം വണ്ടിയോടൊപ്പമാണ്. ഇത്രയും നാളെ എൻ്റെ സുഹൃത്തുക്കളോടൊപ്പം ഒരുപാട് യാത്രകൾ ചെയ്തു, അവരുടെ വണ്ടിയിൽ ഒരുപാട് യാത്ര ചെയ്തു. ഇന്നിപ്പോൾ എനിക്കൊരു സ്വന്തം വണ്ടി എടുക്കാൻ പറ്റി. അതിനോടൊപ്പമാണ് ആദ്യത്തെ വീഡിയോ ആണ്. ഒരുപാട് നാൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാണുമെന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടി എടുത്തിട്ട് ആദ്യമായിട്ട് ഞാൻ ഈ ഒരു ഫീൽഡിൽ ഇറങ്ങിയാണ്. അപ്പോൾ വണ്ടി എടുത്തിട്ട് ഓട്ടം കിട്ടാതെ ഒരുപാട് വലഞ്ഞു. ഒരു ആഗ്രഹം കൊണ്ട് വണ്ടി എടുക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട്, വണ്ടിയുടെ പുറത്തുള്ളൊരു ആഗ്രഹം കൊണ്ട് വണ്ടി എടുത്തതാണ്. പക്ഷേ വണ്ടി എടുത്തു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇതിനി എന്ത് ചെയ്ത് എങ്ങോട്ട് കൊണ്ട് ഓട്ടിക്കും എന്നുള്ളൊരു വിഷയം അതിന് ശേഷമാണ് വന്നത്. പിന്നെ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഈ മേഖലയിലുള്ളതുകൊണ്ട് അവരോടൊപ്പമൊക്കെ സംസാരിച്ച് അത്യാവശ്യം നല്ല ഓട്ടങ്ങളൊക്കെ ഇപ്പോൾ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഓട്ടം പിടിക്കാനും ഞാൻ തന്നെയാണ് ഇതിൽ ഡ്രൈവറായിട്ട് പോയിക്കൊണ്ട് നിൽക്കുന്നതും. അതുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ ലേറ്റായത്. ഇതാണ് ടാറ്റ 1618 2011 മോഡലാണ്. ഏകദേശം 15 കൊല്ലം പഴക്കമുണ്ട്. ഞാൻ ഇപ്പോൾ എടുത്തിട്ട് 1-2 മാസത്തിൽ കൂടുതലായി. അപ്പോൾ വണ്ടി എടുത്തിട്ട് ഞാൻ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഇതിൽ ചെയ്തു. ജനറലായിട്ടുള്ള ചെക്കപ്പ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ വണ്ടിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയാനായിട്ട് വലിയ കാര്യങ്ങളൊന്നുമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഞാൻ പിന്നെ ഇത് പറഞ്ഞ് ഓവറാക്കുന്നില്ല. ഇനി എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഉണ്ടാവും. എൻ്റെ വണ്ടിയിലും കണക്കിന് മുമ്പ് ചെയ്തതുപോലെ സുഹൃത്തുക്കളുടെ ഒപ്പം പുറത്തോട്ടുള്ള യാത്രകൾ ഇനി ഉണ്ടായിരിക്കും. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ലോഡ് എടുക്കാൻ പോവുകയാണ്. ഇവിടെ നേരെ ക്രഷറിലോട്ട് പോയി ലോഡ് എടുത്ത് സൈഡിലോട്ട് പോവുകയാണ്. കട്ട ചിപ്സ് ഒരു ലോഡ് വേണം, നമ്മുടെ സുഹൃത്തിന് ടാബു കമ്പനിയിലോട്ട് വേണ്ടിയാണ്. അപ്പോൾ അതെടുക്കാൻ പോകുന്ന ഒരു ചെറിയൊരു യാത്രയായിട്ട് നമുക്ക് ഇന്നത്തെ വീണ്ടും ഒരു വീഡിയോ തുടങ്ങാം. ബ്രേക്ക് രാവിലെ എടുക്കുമ്പോഴേ ബ്രേക്ക് ഇച്ചിരി സൗണ്ട് കാണും. ഓട ചവിട്ടി അതങ്ങ് മാറും. അതൊക്കെയാണ് നമ്മുടെ വണ്ടിയുടെ സെറ്റപ്പുകൾ. പൊതുവെ പഴയ വണ്ടികളിലൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഏകദേശം 1 മണിക്കൂർ യാത്രയുണ്ട് വൺ സൈഡിലോട്ട്. ഇത് നമ്മുടെ ആലങ്കോട് കിളിമാൻ റോഡാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ട്രിപ്പേ ഉള്ളൂ. രാവിലെ പോയാൽ ഏകദേശം 1-2 മണിയാവും ലോഡ് കിട്ടി തിരിച്ചിറങ്ങാൻ. ചെറിയ റോഡാണ്. ആരാ സോണിയ? ഡ്രൈവറല്ല, ഭീഷണ ഒരു ഇതിന് പോയേക്കുന്നു. നേരത്തെ ഉണ്ടെന്ന്. ഓ പോട്ടാ. ഇതാണ് നമ്മുടെ ക്രഷർ. വണ്ടി കുറവുണ്ടെന്ന് തോന്നുന്നു. എല്ലാ വണ്ടിയും പോയിട്ടുണ്ട്. സ്റ്റോക്ക് വളരെ കുറവാണ്. അപ്പോൾ ഭാഗ്യം ഉണ്ടെങ്കിൽ ഒരു ലോഡ് കിട്ടും, ഇല്ലെങ്കിൽ കിട്ടും. ഇതിനകത്ത് കയറിയ ലോഡൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ യാത്ര തുടങ്ങിയപ്പോഴത്തേക്ക് ഏകദേശം 10 മണിയായിരുന്നു. അപ്പോൾ നമ്മളിവിടെ എത്തിയപ്പോൾ ഏകദേശം 11 മണിയായി. ഇനി നമുക്ക് എത്ര മണിക്ക് ഇവിടെ നിന്ന് ലോഡ് കിട്ടുമെന്ന് നോക്കാം. എങ്ങനെ നോക്കിയാലും ഒരു 2 മണി 1 മണി ആ സമയത്ത് നമുക്ക് ലോഡ് കിട്ടത്തുള്ളൂ കേട്ടോ. ഇവിടെ നമുക്ക് കിട്ടുന്ന സാധനങ്ങളെന്ന് പറയുന്നത് എംസാൻഡ്, പീസാൻഡ്, പാറപ്പൊടി, 1/4 ഇഞ്ച് മെറ്റല്, 1/4 ഇഞ്ച് മെറ്റല്, അതായത് കട്ട ചിപ്സ്. ഇന്നിപ്പോൾ വണ്ടി കുറവാണ്, സ്റ്റോക്കും കുറവാണ്. അതുകൊണ്ട് ഏകദേശം ഒരു 1 മണിക്കും 2 മണിക്കും നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുമെന്ന് പ്രതീക്ഷിക്കാം. നമ്മൾ ഞാൻ രാവിലെ 6 മണിക്ക് ഇതിനകത്ത് കയറിയിട്ട് 2 മണിക്ക് ഇറങ്ങിപ്പോയ ദിവസമുണ്ട്. അതായത് 8 മണിക്കൂറോളം ഒരു ലോഡ് എടുക്കാൻ വേണ്ടി ഇതിനകത്ത് കിടന്ന ദിവസങ്ങളുമുണ്ട്. അതിൽ കൂടുതൽ കിടന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ. എൻ്റെ കാര്യം മാത്രം പറയില്ല, ഈ ഫീൽഡിലുള്ള എല്ലാവർക്കും അറിയാം. സമയം ഏകദേശം 1:40 നമ്മളിവിടെ ഭക്ഷണം കഴിക്കാൻ എന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. എന്തായാലും ഒരു 3 മണി കഴിയും ലോഡ് കിട്ടാൻ തന്നെ. വണ്ടി ഹൗസിങ് എന്തോ പറ്റിയതാണ് കേട്ടോ. ചോദിച്ചു നോക്കാം. എന്ത് പറ്റിയത് ബ്രോ? എന്ത് പറ്റിയതാ? ഹൗസിങ് പൊട്ടിയാ? നല്ല പണിയായല്ലേ. എത്ര സമയം എടുക്കും? എൻ്റെ ഓണർ ഉണ്ടാ ഇവിടെ ഉണ്ടാ? പോയാ? സമയം എടുക്കും. വെള്ളം എടുത്തോണ്ട് പോയാ? എൻ്റെ വണ്ടിയിൽ വെള്ളം ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചെന്ന് വെച്ചാൽ വണ്ടിയിൽ കുപ്പി ഇരിപ്പുണ്ട്, കുപ്പി എടുത്തിട്ട് ഇവിടെ
പൈപ്പുണ്ട്, കുടിവെള്ളം പിടിക്കുന്ന പൈപ്പുണ്ട്. അപ്പോൾ അതിന് വെള്ളം പിടിച്ച് കൊണ്ട് കൊടുക്കാനാണ് ഉദ്ദേശിച്ചത്. അപ്പോഴാണ് അപ്പൂസിനെ കണ്ടത്. അപ്പൂസ് വണ്ടിയിൽ വെള്ളം ഉണ്ടായിരുന്നു. നമുക്ക് അവൻ 2 വെള്ളം തന്നു. ഇപ്പോൾ രാവിലെ മുതൽ ഇവിടെ പണി കിടക്കുകയല്ല, ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല. ഇപ്പോൾ ഏകദേശം 2:30 അല്ലേ? 2:30. അപ്പോൾ ഈ ഡ്രൈവർ ലൈഫ് പോലെ തന്നെ മെക്കാനിക്കൽ ലൈഫും ഇതേപോലെയൊക്കെയാണ്. കഴിച്ചു. ഹൗസിങ് പൊട്ടിയെന്നാണ് പറയുന്നത്. അപ്പോൾ ഹൗസിങ് ഊരി എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. എന്നാ മുന്നോട്ട് പോകണോ? ഓക്കെ, താങ്ക്സ് അണ്ണാ, കാണാം. അണ്ണ ഞാൻ വണ്ടി കയറിയിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വന്നത് കുമിളിനടുത്ത് തുളസിമുക്കം എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെയാണ് ഈ ചെറിയൊരു ഹോട്ടലുള്ളത്. ഇതിന് മുമ്പും നമ്മൾ ഉച്ചയ്ക്ക് ഇത് കണക്ക് ലേറ്റ് ആവുകയാണെങ്കിൽ ഞാൻ ഇവിടെ വന്നാണ് കഴിക്കുന്നത്. ഏകദേശം നമ്മുടെ ക്രഷറിന് 1.5 കിലോമീറ്ററോളം ദൂരമുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങി നേരെ വീണ്ടും നടക്കുകയാണ്. നമുക്ക് അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഒരു വണ്ടി കിട്ടാതിരിക്കത്തില്ല. അപ്പോൾ തിരിച്ചു പോയപ്പോഴത്തേക്ക് ആദ്യമായിട്ടാണ് നമ്മൾ കാണുന്നില്ലേ? വീഡിയോ കാണുമല്ലേ? താങ്ക് യു. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് തിരിച്ചു വന്നപ്പോൾ അണ്ണൻ്റെ വണ്ടി കിട്ടി. എന്നാൽ നമ്മൾ ആ ക്രഷർ തന്നെ പോകണം. അത് ഇവിടെ വേറെ സ്ഥലങ്ങളുണ്ട് കേട്ടോ. ക്രഷർ പാറമഴയൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഒരു റൂട്ടിൽ തന്നെയാണ് എല്ലാം ഉള്ളത്. വിഴിഞ്ഞത്തേക്ക് പോകണല്ലേ? അപ്പോൾ കാണാം. കുഴപ്പമില്ല. ഓക്കെ. അവസാനം ഏകദേശം 4 മണിയൊക്കെ ആവാറായപ്പോഴത്തേക്ക് നമ്മുടെ വണ്ടിക്ക് ലോഡ് കിട്ടി. വണ്ടികളെല്ലാം അങ്ങനെ നിരന്ന് കിടക്കുകയാണ്. സമയം 4 മണിയല്ലേ ആയുള്ളൂ. സ്കൂൾ ടൈം കഴിഞ്ഞിട്ടേ വണ്ടി ഇനി എടുക്കാൻ പറ്റൂ. ഒരു ട്രിപ്പ് എടുത്തപ്പോഴത്തേക്ക് നമ്മുടെ വണ്ടിയുടെ കണ്ടീഷൻ കണ്ട നല്ല രീതിക്ക് പൊടിയൊക്കെ അടിച്ച് നല്ല രീതിക്ക് വൃത്തികേടായിട്ടുണ്ട്. ഓരോ ട്രിപ്പിനും ഇത് കണക്കാണ് വണ്ടി ക്രഷറിൽ നിന്ന് ഇറങ്ങുന്നത്. ഇനി നമുക്ക് എന്തായാലും വണ്ടി ഇറങ്ങാൻ നേരത്തെ എന്തായാലും ഗ്ലാസ് കഴുകിയിട്ട് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ ഇതിൻ്റെ കാഴ്ചകളും കൂടെ കുറവായിരിക്കും. ഓരോ സാധനങ്ങളും നിങ്ങളുടെ വീട് പണിക്കായാലും കടകളൊക്കെയായാലും ഓരോ സ്വപ്ന ഭവനങ്ങൾക്കും കൊണ്ട് എത്തിക്കുന്നുണ്ട്. അത് കാര്യമായിട്ട് പറയാനല്ല, നമുക്ക് അതിൻ്റെ കൂലിയൊക്കെ കിട്ടുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഒരു ലോഡ് നിങ്ങളുടെ വീട്ടിൻ്റെ മുന്നിൽ എത്തുന്നതിൻ്റെ ചെറിയൊരു വാഹനം കാണിച്ചതേ ഉള്ളൂ. വലിയ സംഭവമായിട്ട് ആരും എടുക്കണ്ട. 2 ദിവസം മുമ്പ് ഇവിടെ നമ്മൾ സെൻട്രൽ ബോൾട്ട് പൊട്ടിയിട്ട് പ്ലേറ്റൊക്കെ മാറിയെന്ന് അത് ഒന്ന് ശരിയാക്കി എടുത്തായിരുന്നു. അപ്പോൾ അന്ന് കാലിക്കാണ് ടൈറ്റ് ചെയ്തത്. അപ്പോൾ ലോഡും കൊണ്ടുവന്നിട്ട് ഒന്ന് ടൈറ്റ് ചെയ്യണമെന്ന് പറയാനാണ് മേശ. നമ്മൾ പൂമ്പാറ ബാബുജിയുടെ വർക്ക്ഷോപ്പിലാണ് നിൽക്കുന്നത്. അപ്പോൾ സെൻട്രൽ ബോൾട്ട് മാറിയ ശേഷം നമ്മൾ യുക്ലാമ്പ് ടൈറ്റ് ചെയ്തായിരുന്നു, കാലിക്കാൻ ടൈറ്റ് ചെയ്തത്. അപ്പോൾ ലോഡും കൊണ്ട് ടൈറ്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെയൊക്കെ നല്ലതായിട്ട് ടൈറ്റ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം ലോഡും കൊണ്ട് ടൈറ്റ് ചെയ്യുമ്പോൾ മാക്സിമം ടൈറ്റ് ആവുന്നുണ്ട് കേട്ടോ. നല്ല രീതിക്ക് പിരിക്ക് ഇറങ്ങുന്നുണ്ട്. ഇതാണ് നമ്മുടെ ആറ്റിങ്ങൽ നഗരം അല്ലേ? ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് നമ്മുടെ നാട്. അതുപോലെ തന്നെ ഞാൻ തിരക്കുവാണ് അല്ലേ? ഇപ്പോൾ ഒത്തിരി കുറവുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ ലോഡ് ഏകദേശം എത്താറായി. സമയം ഇരുട്ടി തുടങ്ങി. ലോഡ് തട്ടി തിരിച്ചെത്തുമ്പോഴത്തേക്ക് ഏകദേശം 7 മണിയോളം ആവും. വീടെത്തുമ്പോൾ 8 മണിയോളം ആവും. ഇപ്പോൾ എൻ്റെ ഒരു ദിവസം ഇതാണ്, ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഒരു ദിവസത്തെ ലോഡ് കൊണ്ടുള്ള യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഇതെൻ്റെ ഒരു കംബാക്കാണ്. കുറേ നാൾക്ക് ശേഷം വീണ്ടും ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. എല്ലാവരും മുമ്പ് എന്നെ സ്വീകരിച്ചതുപോലെ വീണ്ടും സ്വീകരിക്കണം. ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടും. വീഡിയോ മുടങ്ങാനുള്ള കാര്യം ഞാൻ പറഞ്ഞു. വണ്ടി എടുത്ത ശേഷം ലോഡ് കിട്ടാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് കാരണത്താലാണ് ഇത്രയും ലേറ്റായത്. പിന്നെ ചെറിയ വണ്ടി ഓടിച്ചിട്ടും ഇതിൻ്റെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ വീഡിയോ എടുക്കാനുള്ള അവകാശം കിട്ടിയില്ല. അതുകൊണ്ടും കൂടെയൊക്കെയാണ് ലേറ്റായത്. പിന്നെ എൻ്റെ പേരുടെ കൂടെ സുഹൃത്തുണ്ട്, ഇന്ത്യനാണ് പേര്. അപ്പോൾ അവന് താങ്ക്സ് പറയണം. കാരണം ഈ വീഡിയോയ്ക്ക് ഒരു കാരണം അവനും കൂടെയാണ്. അവനുള്ളത് കൊണ്ടാണ് എനിക്ക് വീഡിയോ പെക്കിലേക്ക് എടുക്കാൻ പറ്റിയത്. അപ്പോൾ നമ്മുടെ ട്രിവാൻഡ്രത്ത് എംസാഞ്ചി ബീസാഞ്ചി നെറ്റിൽ ചിപ്സ് ഒക്കെ എന്താവശ്യം ഉണ്ടെങ്കിലും എന്നെ വിളിക്കാന്നാണ് എൻ്റെ നമ്പർ. ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കമൻറ്റ് ബോക്സിലോ എവിടെയെങ്കിലുമൊക്കെ ഞാൻ കൊടുത്തിരിക്കുക. നമുക്കൊരു ഓട്ടം കിട്ടി അത്രയും വലുതാണ്. ആവശ്യമുള്ളവർക്ക് വിളിക്കുക എന്നെ.
എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എല്ലായിടം കൊണ്ട് എത്തിക്കാം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതാണ് എൻ്റെ ഒരു നോർമൽ ഡേ. ഇപ്പോൾ ഇതുപോലെയാണ് എല്ലാ ദിവസവും ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ 60 ദിവസമാണ് നിങ്ങൾ കണ്ടത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് പുതിയ കാഴ്ചകളും പുതിയ എപ്പിസോഡും വീണ്ടും കാണാം. ഈ ഒരു വണ്ടിയിലെ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുപോലെ തന്നെ നമ്മുടെ സുഹൃത്തുക്കളൊപ്പം ഒരുപാട് വീഡിയോ ചെയ്തു. അതുപോലെ വീണ്ടും ഞാൻ വരും. നമ്മുടെ സുഹൃത്തുക്കൾ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. അവരോടൊപ്പം വീണ്ടും ഞാൻ യാത്ര ചെയ്ത് വീഡിയോ എടുക്കും. കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ തന്നെയാണ് തീരുമാനം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.